നമസ്കാരം. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നിർണായകമായ ദിനമെന്ന് ലോകമാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ദിവസമാണ് കടന്നുപോയത്. 25 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് ചൈന തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന തായ്വാനിൽ കാലുകുത്തിയിരിക്കുന്നു. ചൈനയുടെ കടുത്ത എതിർപ്പിനെ മറികടന്നാണ് പൊതുവെ ചൈന വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന അമേരിക്കൻ ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ച് തായ്വാൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയും തായ്വാനിലെ രാഷ്ട്രീയ നേതാക്കളുമായി ചർച്ച നടത്തുകയും തായ്വാന് അമേരിക്കയുടെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തത്. തീക്കളി എന്നാണ് ചൈന ഈ പ്രവൃത്തിയെ വിശേഷിപ്പിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ മറ്റ് രണ്ട് ലോക രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ അത് ഒരു വലിയ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് ലോക ജനത. നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞ അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളുടെ സാഹചര്യത്തിൽ ഷെക്കേന ഒരുക്കുന്ന പ്രത്യേക പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നു പ്രശസ്ത കോളമിസ്റ്റും അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന വ്യക്തിയുമായ ശ്രീ നിർമ്മൽ എബ്രാഹാം. ശ്രീ നിർമ്മൽ എബ്രാഹാം, ഈ പ്രോഗ്രാമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. താങ്ക് യു ജോർജ്. ശ്രീ നിർമ്മൽ, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഒരു നിർണായകമായ ഒരു ദിനമെന്നാണ് ലോക മാധ്യമങ്ങൾ ആ ദിനത്തെ വിശേഷിപ്പിച്ചത്. ഈ സംഘർഷങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചൈന തായ്വാൻ ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു ചരിത്രത്തെ പറ്റി ആദ്യമേ ഒന്ന് പരിശോധിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം ചൈന ലോകത്തിലെ ഭൂവിസ്തൃതിയിൽ വലിപ്പത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ ചൈന എങ്ങനെയാണ് ഈ തായ്വാനെ ഇത്ര വലിയ രീതിയിൽ നോട്ടമിടുന്നത്? 1949 മുതൽ തായ്വാൻ അവകാശപ്പെടുന്നു തങ്ങളൊരു സ്വതന്ത്ര രാഷ്ട്രമാണ് എന്ന്. ഈ തായ്വാൻ ചൈന ആ ഒരു സംഘർഷത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ് ശ്രീ നിർമ്മൽ? പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹിസ്റ്റോറിക്കലി ചൈന അവകാശപ്പെടുന്നത് തായ്വാൻ തങ്ങളുടെ തന്നെ ആയിരുന്നു എന്നാണ്. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു ഏരിയയാണ് തായ്വാൻ എന്നാണ് ആദ്യം അവകാശപ്പെട്ടിരുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡേൺ ഹിസ്റ്ററി പരിശോധിച്ചാൽ അറിയാം 17-ാം നൂറ്റാണ്ടിലെ ഡച്ച് കോളനി ആയിരുന്നു. അത് കഴിഞ്ഞ് 18-ഉം 19-ഉം നൂറ്റാണ്ടിൽ വീണ്ടും ചൈനീസ് കോളനിയായി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജാപ്പനീസ് കോളനിയായി. വേൾഡ് വാറിന് ശേഷമാണ് വീണ്ടും ചൈനയുടെ കൈകളിലോട്ട് എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് ഓർക്കണം, US-ഉം UK-യും ആണ് ചൈനയുടെ കൂടെ നിന്നത് തൈവാനെ കൈയടക്കിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവിടുന്ന് തെന്നിപ്പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ ഒരു സിവിൽ വാർ നടന്നു. അവിടെ നാഷണലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള വാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുകയും നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഒപ്പം ഉണ്ടായിരുന്ന ഏകദേശം 15 ലക്ഷത്തോളം വരുന്ന അനുയായികളെയും കൊണ്ട് നാട് വിടുകയും അദ്ദേഹം തൈവാനിലെത്തുകയും ചെയ്തു. അങ്ങനെ ഈ 15 ലക്ഷം ആളുകളും ഒപ്പം അവിടെ ചെന്ന് ഉണ്ടാക്കിയ ജനസമിതിയും വെച്ചിട്ടൊരു ഗവൺമെന്റ് രൂപീകരിക്കുകയും ഏകദേശം 50 വർഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ഒക്കെ ഭരിച്ചു. അങ്ങനെ ഒരു 2000 ആണ്ട് വരെയാണ് ശരിക്കും പറഞ്ഞാൽ തൈവാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയത്. ഇതിനിടയിൽ സംഭവിച്ചു പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന പെട്ടെന്ന് വളർന്നു. 1978 അവരൊരു എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നു. ആ റിഫോംസോടെ കഴിഞ്ഞ 44 വർഷമായിട്ട് ചൈനയുടെ വളർച്ചയെക്കുറിച്ച് അധികം പറയേണ്ടതില്ല. ഭയങ്കരമായിട്ട് വളർന്നു. മറ്റൊരു രാജ്യവും ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വളർന്നിട്ടില്ല. ആ വളർച്ചയിൽ തൈവാന് ചെറിയൊരു ഭയം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ 80കളിലൊക്കെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല, വേണമെങ്കിൽ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിക്കോളൂ എന്ന് ജനങ്ങളോട് പറഞ്ഞു. പതുക്കെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വേണേൽ യാത്ര ചെയ്യണമെങ്കിൽ ചൈനയിൽ പോയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. 91-ൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് തൈവാൻ തുറന്നും പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പം ചൈന മുതലെടുക്കാൻ നോക്കി. കാരണം ചൈന ചിന്തിച്ചത് ഒരു പ്രശ്നമില്ല, എങ്കിൽ പിന്നെ ഞങ്ങളുടെ കൂടെ പോര് എന്നുള്ളൊരു റിക്വസ്റ്റ് ചൈന കൊടുത്തു. അവർ ഡിമാൻഡ് ചെയ്തു, റിക്വസ്റ്റ് അല്ല ഡിമാൻഡ് ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് പിന്നെയും ടെൻഷൻസ് ഫ്ലെയർ അപ്പ് ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വർഷം ഭരിച്ചിരുന്ന നേതാവിനെ ജനങ്ങൾ മാറ്റുകയും അടുത്ത ഇലക്ഷനിൽ തൈവാന്റെ ഇൻഡിപെൻഡൻസിന് വേണ്ടി ആഗ്രഹിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ അവിടെ കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോഴുള്ള പാർട്ടിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും തൈവാന്റെ ഇൻഡിപെൻഡൻസിന് വേണ്ടി നിൽക്കുന്നതാണ്. ഇതാണ് ശരിക്കും അതിന്റെ പശ്ചാത്തലം. അതോടൊപ്പം നമുക്കറിയാം ഈ നാൻസി പെലോസി ഈ ദിവസങ്ങളിൽ ഈ മലേഷ്യ അതോടൊപ്പം തന്നെ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. ചൈന ഈ തായ്വാൻ സന്ദർശനത്തിന്റെ ഒരു സൂചന, നാൻസി പെലോസി തായ്വാൻ സന്ദർശിക്കുമെന്ന ഒരു സൂചന മാധ്യമങ്ങളിലൂടെയൊക്കെ പരക്കുന്ന സാഹചര്യത്തിൽ ചൈന ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഒരു കടുത്ത വില അമേരിക്കയ്ക്ക് നൽകേണ്ടി വരും. ഇത്ര ധൃതി പിടിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഈ തായ്വാൻ എന്തുകൊണ്ടായിരിക്കാം നാൻസി പെലോസി സന്ദർശിച്ചത്?
നാൻസി പെലോസി ഇത് രസമാണ്. ഞാൻ മുമ്പ് എനിക്ക് ചർച്ചയ്ക്ക് മുമ്പ് ജോർജിനോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് സ്ട്രാറ്റജിക് ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞ ഒരു പോളിസിയാണ് അമേരിക്ക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കുന്നത്. അതായത് ഒരു തരത്തിൽ ഒരിക്കൽ പറയുന്ന കാര്യമല്ല പിന്നീട് പറയുന്നത്. ഇപ്പൊ ഇന്നലെ നാൻസി പെലോസി പോന്നപ്പോൾ ബൈഡൻ 2 മാസം മുന്നേ പറഞ്ഞ കാര്യമാണ് അവർ ആദ്യം ഉയർത്തിപ്പിടിച്ചത്. അതായത് തൈവാനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ ചൈന നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടും എന്ന് ബൈഡൻ പറയുന്നു. തൊട്ടു പിന്നാലെ മിലിറ്ററി പറയുന്നു അല്ല, അങ്ങനെ ഞങ്ങൾ ഇടപെടില്ല എന്ന് മിലിറ്ററി പറയുന്നു. വൈറ്റ് ഹൗസിന്റെ ഒഫീഷ്യൽസ് വന്നിട്ട് പറയുന്നു ഇടപെടും എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഡയറക്റ്റ് ആയിട്ട് ഇടപെടുമെന്നല്ല, ആയുധങ്ങൾ കൊടുക്കുമെന്നാണ് ഉദ്ദേശിച്ചെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിലാണ് പെലോസിയുടെ വരവ്. പെലോസി വരുന്ന ബേസിക്കലി ഇതിന് 2 എക്സ്പ്ലനേഷൻ ആണ് അവർ തന്നിരിക്കുന്നത്. ഒന്ന്, അവർ പറഞ്ഞിരിക്കുന്നത് ഏഷ്യയിലുള്ള 4 ഏഷ്യൻ ടൈഗേഴ്സ് എന്നറിയപ്പെടുന്ന ഈ മലേഷ്യ, സിംഗപ്പൂർ, സൗത്ത് കൊറിയ, തൈവാൻ, ഈ 4 രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളാണെങ്കിലും വലിയ വളർച്ചയുണ്ടായ രാജ്യങ്ങളാണ്. ഇവരെ സന്ദർശിക്കാൻ വേണ്ടി വന്നതിന്റെ കൂടെ വന്നതേ ഉള്ളൂ എന്ന് ഒരു എക്സ്പ്ലനേഷൻ അമേരിക്ക കൊടുക്കുന്നു. മറുവശത്ത് അമേരിക്ക എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈവാനിലോട്ട് വരുന്നതിന് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ടൈസ് വർദ്ധിപ്പിക്കാനാണ് പറയുന്നു. ഇത് ചൈനയെ ചൊടിപ്പിക്കാൻ കാര്യം ഇത്രേ ഉള്ളൂ. കാരണം ഇപ്പം ഇത്ര ആലോചിച്ചാൽ മതി, ഞാനും ജോർജും ഒക്കെ ഒരു കുടുംബത്തിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുക. എന്റെ അനിയനാണ് ജോർജ് പെട്ടെന്ന് പിണങ്ങി വീടിന്റെ പോർച്ചിന്റെ അവിടെ ചെറിയൊരു ടെന്റ് അടിച്ച് അവിടെ താമസിക്കുന്നു. എന്നെ കാണാൻ വരുന്ന ഗസ്റ്റുകൾ ജോർജിനെ കണ്ടിട്ട് മടങ്ങുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഇത് ശരിക്കും അതുകൊണ്ടാണ് ചൈന പറയുന്നത് നിങ്ങൾ എന്തിനാണ് അവരെ കാണുന്നത്. കാരണം ചൈന എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. പലർക്കും അറിയാത്തൊരു കാര്യം ഇതാണ്. കാരണം ചൈനയുടെ പേര് റിപ്പബ്ലിക് ഓഫ് ചൈന, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണെന്നുണ്ടെങ്കിൽ തൈവാന്റെ പേര് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്. സോ രണ്ടും ചൈനയാണ്, ചൈനയും തമ്മിലുള്ള ഇഷ്യൂ ആണ്. അപ്പൊ അവർ പറയുന്നത് നിങ്ങൾ ഇവിടെ വരൂ, അവരല്ല ഞങ്ങളാണ് ആളുകൾ, ഞങ്ങളെ കണ്ടിട്ട് പോകും, നിങ്ങൾ അവരുമായിട്ട് കാണണ്ട. അത് പെലോസിയോട് മാത്രമുള്ള ഇഷ്യൂ അല്ല, ഏതൊരു ലോക നേതാവും അവിടെ വന്ന് സമയം സ്പെൻഡ് ചെയ്ത് ഡിസ്കഷൻ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടാൽ ചൈനയെ അത് ചൊടിപ്പിക്കും. കാരണം ചൈന പറയുന്നത് അവരുമായിട്ട് യാതൊരു ബന്ധത്തിനും നിങ്ങൾക്ക് ആവശ്യമില്ല, ചൈന എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, നിങ്ങൾ തൈവാന്റെ അടുത്തോട്ട് പോകാതെ ഇങ്ങോട്ട് വരിക സംസാരിക്കാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പെലോസിയുടെ മാത്രം ഇഷ്യൂ അല്ല ഇത്. ബേസിക്കലി ആര് വന്നാലും ചൈനയെ ചൊടിപ്പിക്കും, തൈവാനോട്, പ്രത്യേകിച്ച് അമേരിക്ക. അതോടൊപ്പം ഇനി ഈ ഒരു പെലോസിയുടെ ഒരു സന്ദർശനം യാദൃശ്ചികമായിരുന്നു നമുക്ക് കരുതാൻ സാധിക്കുമോ? കാരണം ഇങ്ങനൊരു വാർത്ത മാധ്യമങ്ങളിലൂടെ കേട്ടിരുന്നു. അതായത് ഈ നേരത്തെയും ഈ തായ്വാൻ സന്ദർശിക്കാനുള്ള പദ്ധതി പെലോസിക്കുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു കോവിഡ് ഒക്കെ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ആ ഒരു സന്ദർശനം ഉപേക്ഷിക്കുകയായിരുന്നു. അത്തരത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഒരു സന്ദർശനം യാദൃശ്ചികമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? യാദൃശ്ചികമാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ, ഇതിനെ ഞാൻ പറഞ്ഞു നേരത്തെയും, ഇത്തരത്തിൽ ഈ വരവിന്റെ സമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നു മറ്റു രാജ്യങ്ങൾ മലേഷ്യ, സിംഗപ്പൂർ ഒക്കെ സന്ദർശിക്കും, തൈവാൻ സന്ദർശിക്കുമെന്ന് ഉറപ്പില്ല, സന്ദർശിക്കില്ല, ഇങ്ങനത്തുള്ള പല റിപ്പോർട്ടുകളും വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഈ സന്ദർശിച്ച സമയത്ത് പോലും അവർ പറഞ്ഞത്, അമേരിക്കയുടെ സൈഡിൽ നിന്ന് അവർ പറഞ്ഞത്, മിലിറ്ററി പറയുന്നുണ്ട് അയ്യോ ഞങ്ങൾ ഇത് വലിയ മണ്ടത്തരമായിപ്പോ, ഈ സമയത്ത് സന്ദർശിക്കേണ്ട കാര്യമില്ലായിരുന്നു മിലിറ്ററി പറയുന്നുണ്ട്. ബൈഡൻ പറഞ്ഞ കാര്യങ്ങളും പെലോസി പറയുന്ന കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് വൈറ്റ് ഹൗസിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ഒരു വെറുതെ ഒരു വിസിറ്റ് ആണെന്ന് അവർ പറയുന്നു. സോ അതുകൊണ്ട് ഇതിനെ ശരിക്കും തീർത്തും പേർപ്പസ്ഫുള്ളി ആയിട്ടുള്ള ഒരു വിസിറ്റ് ആയിട്ട് ചിത്രീകരിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ചൈന ചിന്തിച്ചാൽ പോലും. ഓക്കെ, അതോടൊപ്പം ശ്രീ നിർമ്മൽ, ലോക ജനത വളരെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുന്ന യുദ്ധത്തിന്റെ ചില സാധ്യതകൾ. നമുക്കറിയാം, വളരെ കുറച്ച് നിമിഷങ്ങളായിട്ടുള്ളൂ നാൻസി പെലോസി തായ്വാനിൽ നിന്നും യാത്ര തിരിച്ചു. അതിനുശേഷം നാം കേൾക്കുന്ന വാർത്ത തായ്വാന് ചുറ്റും ചൈന സൈന്യത്തെ വിന്യസിക്കുന്നു. ഒരു യുദ്ധത്തിന്റെ സാധ്യതയിലേക്ക് ഈ ഒരു സന്ദർശനം, നമുക്കറിയാം നാൻസി പെലോസി 24 മണിക്കൂറിൽ താഴെ മാത്രമാണ് തായ്വാനിൽ ചെലവിട്ടത്. ആ ഒരു സന്ദർശനം വലിയൊരു യുദ്ധത്തിന്റെ സാധ്യതയിലേക്ക് വഴി തെളിയിക്കുമോ? യുദ്ധത്തിലോട്ട് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഇതില് ചൈനയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റഷ്യ യുക്രൈൻ വാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യുക്രൈനെ നശിപ്പിക്കുന്നുണ്ട് ശരിക്കും റഷ്യ. കാരണം പല ഭാഗങ്ങളിലും ബോംബിടുകയും അവിടെയെല്ലാം നശിപ്പിക്കുകയും വെപ്പൺസ് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ തൈവാനെ നശിപ്പിക്കുക എന്നുള്ളൊരു എയിം അവർക്കില്ല. കാരണം അവർ കാണുന്നത് തൈവാൻ ചൈനയുടെ സ്വന്തമായിട്ടാണ് അവർ കാണുന്നത്. സോ അവർക്ക് ഇത് എങ്ങനെയെങ്കിലും ഏറ്റെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അവർ പണ്ട് മുതൽ, അത് വർഷങ്ങളായിട്ട് പറഞ്ഞ പീസ്ഫുള്ളി ഞങ്ങൾ ഏറ്റെടുക്കാനേ ശ്രമിക്കുകയുള്ളൂ. ഇതിനിടയിൽ ഒരു തേർഡ് പാർട്ടി, അതായത് അമേരിക്ക പോലുള്ള ഒരു തേർഡ് പാർട്ടി വന്ന് ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ ഞങ്ങൾ വയലൻസിലോട്ട് റിസോർട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യില്ല എന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല അവർക്ക് അങ്ങനെ ചെയ്യാൻ പല വഴികളുണ്ട്. ഇപ്പൊ റഷ്യ യുക്രൈൻ വാറിന്റെ കാര്യം നമ്മൾ ചർച്ചയ്ക്ക് മുന്നേ സംസാരിച്ചു. അപ്പം യുക്രൈൻ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെ റഷ്യനെ തടയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്ഷൻസ് കൊണ്ടാണ്. പല രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ മേടിക്കാതെ വരുന്നു, പേയ്മെന്റ് സിസ്റ്റം ബ്ലോക്ക് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു, അവിടുത്തെ റഷ്യൻ ഒളിഗാർക്സിന്റെ അസറ്റ്സ് ഫ്രീസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ പിടിച്ചിരിക്കുന്നത്. അതേ രീതിയിൽ ചൈന തൈവാൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം പെലോസി വരുന്നത് കൊണ്ട് തന്നെ അവരിപ്പോ എന്താ ചെയ്ത്, ഏകദേശം 100 ട്രേഡേഴ്സിനെ ബാൻ ചെയ്തു. ഇനി നിങ്ങൾ ഇങ്ങോട്ട് ഫുഡൊന്നും അയക്കേണ്ട, നിങ്ങൾ പെലോസി അവിടെ കയറ്റിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡേഴ്സിന്റെ ഭക്ഷണമൊന്നും ഇങ്ങോട്ട് ഇനി അയക്കേണ്ട, അല്ലെ ഫുഡ് ഐറ്റംസ് ഒന്നും ഇങ്ങനെ അയക്കേണ്ടെന്ന് അവരെ ബാൻ ചെയ്തു. പലതരത്തിലുള്ള സൈബർ അറ്റാക്സും തുറന്നു വിട്ടു. അതുപോലെ തന്നെ പല രാജ്യം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
ഇന്റർനാഷണൽ കമ്പനികളോട് പലരോട് ഇവർ പറയുന്ന ഒരു കാര്യം ഇതാണ്. ഇപ്പം ഗൂഗിളോ അല്ലെങ്കിൽ മറ്റു കമ്പനികളോട് ഇവർ പറയുന്നത്, നിങ്ങളുടെ വെബ്സൈറ്റിലും നിങ്ങളുടെ മാപ്പിലും നിങ്ങൾ പുറത്തുവിടുന്ന പ്രോഡക്റ്റിലും ഒക്കെ തൈവാൻ എന്നൊരു അക്ഷരം എഴുതിയാൽ ബ്രാക്കറ്റിൽ ചൈന എന്ന് കൊടുത്തോണം. മാപ്പിൽ തൈവാൻ എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ മേളിൽ ചൈന എന്ന് എഴുതിക്കോണം. കാരണം തൈവാൻ ഞങ്ങളുടെയാണ്. മറിച്ച് നിങ്ങൾ ചെയ്താൽ 150 കോടിയോളം വരുന്ന ഞങ്ങളുടെ ജനങ്ങളുണ്ട്, അവരുമായിട്ട് ബിസിനസ് ചെയ്യാമെന്നുള്ള സ്വപ്നം അങ്ങ് മറന്നേക്ക്, ഞങ്ങൾ വാതിൽ അടച്ചിടും എന്നാണ് ചൈന പറയുന്നത്. അപ്പൊ ചൈന പല രീതിയിൽ ഭീഷണി മുഴക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വാറിലോട്ട് പോയി അല്ലെങ്കിൽ അവിടെ ഒരു അറ്റാക്ക് നടത്തിയോ വയലൻസിലോട്ട് റിസോർട്ട് ചെയ്തോ തൈവാൻ സ്വന്തമാക്കേണ്ട കാര്യമില്ല. പല രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട് അല്ലാതെ തന്നെ. സോ അതുകൊണ്ട് ഒരു വാറിലോട്ട് പോകേണ്ട ആവശ്യം തോന്നുന്നില്ല. അമേരിക്ക വന്ന് ഇടപെട്ടാലേ ഉള്ളൂ ചെറിയ ഇപ്പൊ ഇന്ന് കണ്ട ഇഷ്യൂ ആണല്ലേ, നാൻസി പെലോസി വന്ന് പോയപ്പോ ഇന്നെന്താ സംഭവിക്കുന്നത്, അവിടെ പലതരത്തിലുള്ള ഇപ്പം ജെറ്റുകൾ ഇപ്പൊ ടെറിട്ടോറിയൽ ഇതിന്റെ അകത്തൂടെ പറക്കുകയാണ്, വാർഷിപ്പുകൾ കൂടുതൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്റെ അകത്തൂടെ കൊണ്ടുപോവുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രൊവൊക്കേഷൻ ഇപ്പൊ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് അമേരിക്ക കാരണം. അല്ലാതെ മറ്റൊരു തേർഡ് പാർട്ടി ഇടപെട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നവും അവിടെ ഉണ്ടാവാതെ തന്നെ നോക്കുമെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം ശ്രീ നിർമ്മൽ, മറ്റൊരു കാര്യം നാം ചർച്ച ചെയ്യേണ്ടത് ഈ തായ്വാന്റെ ഒരു സ്റ്റാറ്റസ് കോ സംബന്ധിച്ച് മറ്റ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ലോക സംഘടനകളുടെ ഒക്കെ ഒരു നിലപാട് എന്താണ്, പ്രത്യേകിച്ച് നാറ്റോ പോലുള്ള സംഘടനകളുടെ? തൈവാന്റെ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയായിട്ടാണ് തൈവാനെ ആദ്യം റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 1949 ഇവർ പിരിഞ്ഞപ്പോ മിക്ക രാജ്യങ്ങളും, യുണൈറ്റഡ് നേഷൻസിൽ മിക്ക രാജ്യങ്ങളും ചൈന എന്ന് പറഞ്ഞാൽ തൈവാൻ ആണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഈവൻ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ പോലും തൈവാനെയാണ് ഇരുത്തിയിരുന്നത്, ചൈനയല്ല. ആ സമയത്ത് ഇന്ത്യ പക്ഷേ ചൈനയായിരുന്നു സപ്പോർട്ട് ചെയ്തത്, അതായത് നമ്മുടെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്. അപ്പൊ നിലവിൽ പക്ഷേ ഏകദേശം 15 രാജ്യങ്ങളുള്ളൂ തൈവാനെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല, നമ്മൾ എവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും തൈവാന്റെ ലീഗൽ സ്റ്റേറ്റസ് എന്താണെന്ന് പറയാൻ പറ്റില്ല. അതായത് രാജ്യമാണോ അല്ല, ഡെമോക്രസിയാണോ അല്ല, ചൈനയുടെ സ്വന്തമാണോ അല്ല, അറിയില്ല. ഇത്തരത്തിലുള്ള മറുപടിയാണ് മൊത്തം. അതായത് ലീഗൽ സ്റ്റേറ്റസിന് വ്യക്തതയില്ല തൈവാനെ സംബന്ധിച്ചിടത്തോളം. നേറ്റോയുടെ കേസിലാണെങ്കിൽ തന്നെ, നേറ്റോയിലെ കേസിൽ ഇപ്പൊ ഇവിടെ പ്രസക്തിയില്ല. കാരണം അമേരിക്കയുടെ കേസിലും ഒരു കാര്യം ഞാൻ പറഞ്ഞ നേരത്തെ വിട്ടുപോയി, നേറ്റോയുടെ കാര്യം ചോദിച്ചപ്പോൾ പറയാമെന്ന് വിചാരിക്കുന്നു. അതായത് നേരത്തെ അമേരിക്ക ഇതിനകത്ത് ഇടപെടുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അമേരിക്ക ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അതായത് അമേരിക്കയ്ക്ക് യാതൊരു ട്രീറ്റി അഗ്രിമെന്റ് ഒന്നും ഇല്ല, തൈവാനെ രക്ഷിക്കണം എന്ന തരത്തിലുള്ള ട്രീറ്റി അഗ്രിമെന്റും ഇല്ല. പകരം തൈവാൻ റിലേഷൻസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ട്. 1979 ജോ ബൈഡൻ, ഇന്നത്തെ പ്രസിഡന്റ്, അന്ന് സെനറ്റർ ആയിരുന്ന സമയത്ത് പാസ്സാക്കിയ ഒരു ആക്ടാണ്. ഈ ആക്ടിൽ പറയുന്നത് എന്തെങ്കിലും തരത്തിൽ ചൈന തൈവാനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡിഫൻസിന് വേണ്ടി കുറച്ച് ആയുധങ്ങൾ മാത്രം അമേരിക്ക കൊടുക്കും. അത് വെച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് തൈവാനെ ഡിസൈഡ് ചെയ്യും. ഡയറക്ട്ലി കയറി ഞങ്ങൾ ഇടപെടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കേസിൽ ഡയറക്റ്റ് ആയിട്ട് ഇടപെടും എന്നും എനിക്ക് തോന്നുന്നില്ല തൈവാന്റെ കേസിൽ. അതോടൊപ്പം ശ്രീ നിർമ്മൽ, അങ്ങ് പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഒരു സംശയം മനസ്സിൽ വന്നതാണ്. നമുക്കറിയാം, അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കാര്യത്തിൽ ഇടപെടണമെങ്കിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇല്ലാതെ ആ ഒരു രാജ്യത്തിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമില്ല. നമുക്കറിയാം, ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അതാണ് സംഭവിച്ചത്. ഈ തായ്വാന്റെ കാര്യത്തിൽ ഈ അമേരിക്ക ഇടപെടുന്നു. ഈ പറഞ്ഞ പോലെ 1979 ആ ഒരു ആക്ട്, അതിന്റെ കാര്യം അങ്ങ് സൂചിപ്പിക്കുന്നു. ഈ തായ്വാന്റെ ഒരു ലൊക്കേഷൻ, ഏതെങ്കിലും തരത്തിലൊരു സ്ട്രാറ്റജിക് ഒരു ലൊക്കേഷൻ ആണോ തായ്വാന്റെ, പ്രത്യേകിച്ച് ഈ ലോക വ്യാപാരത്തെ ഒക്കെ ബാധിക്കുന്ന തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ണ് അമേരിക്കയ്ക്ക് തായ്വാന്റെ മേലുണ്ടോ? തീർച്ചയായിട്ടും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനാണ്. പ്രത്യേകിച്ച് അവിടുത്തെ വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക് ആണ്. ജപ്പാനിലും US-ലും ഒക്കെ പോകുന്ന ഒരുപാട് എക്സ്പോർട്സും മറ്റും ഷിപ്പുകളും മറ്റും ആ ഏരിയയിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അമേരിക്കയ്ക്ക് മാത്രമല്ല, ഈവൻ ഇന്ത്യയുടെ കേസ് എടുത്താലും ലോകത്തെ മൊത്തം കേസ് എടുത്തോ, ഞാൻ ഈ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പും ജോർജ് ഉപയോഗിക്കുന്ന ഫോണും ഷെക്കാന TVയിലോട്ട് യാത്ര ചെയ്ത് വന്ന വണ്ടിയിലും ഒക്കെ ഉള്ള സെമി കണ്ടക്ടേഴ്സിന്റെ 50% നിർമ്മിക്കുന്നത് തൈവാൻ എന്ന് പറഞ്ഞ ചെറിയ രാജ്യമാണ്. അതുകൊണ്ട് എല്ലാവരും തൈവാനെ സ്നേഹിക്കുന്നതും തൈവാനുള്ള ടൈപ്പ് സെമി കണ്ടക്ടർ ടെക്നോളജിക്ക് വേണ്ടിയാണ്. ഇപ്പൊ നമുക്കറിയാം സെമി കണ്ടക്ടർ ഷോർട്ടേജ് ഉള്ള ഒരു സമയമാണിത്. അപ്പോൾ തൈവാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് ഒന്ന് താങ്കൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജപ്പാനും US-നും ഒക്കെ അത് ബാധിക്കും, ട്രേഡിനെ ബാധിക്കും എന്നുള്ള ഒരു സത്യം. രണ്ട്, സെമി കണ്ടക്ടർ ടെക്നോളജിക്ക് വേണ്ടി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തൈവാനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ തന്നെയാണെങ്കിൽ ഡിസ്കഷൻസിലാണ് ഏകദേശം $750 കോടി വില മതിക്കുന്ന ഒരു സെമി കണ്ടക്ടർ ചിപ്പിന്റെ പ്ലാന്റ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. US-ഉം സെമി കണ്ടക്ടർ ടെക്നോളജിയിൽ ഒരുപാട് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ആയിരിക്കണം കാരണം എന്ന് തന്നെ ചിന്തിക്കാം. അതോടൊപ്പം ശ്രീ നിർമ്മൽ, ഈ ചൈന നിലവിലെ സാഹചര്യത്തിൽ, നമുക്കറിയാം ലോക പോലീസ് എന്നൊക്കെ അറിയപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക. നിലവിലെ സാഹചര്യത്തിൽ ചൈന
എത്രമാത്രം അമേരിക്കയെ ഭയപ്പെടുന്നു? നമുക്കറിയാം ഈ അടുത്ത നാളുകളിലെ അമേരിക്കയിലെ വിദേശ രാജ്യങ്ങളിലെ ചില ഇടപെടലുകൾ പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ ഒരു വോയിസ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ വളരെ കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നിരന്തരമായ ചില തിരിച്ചടികളും അമേരിക്കയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ, അതോടൊപ്പം തന്നെ റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ. ഈ സാഹചര്യത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ചൈനയ്ക്ക് അമേരിക്കയെ ഈ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം ഭയപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്? നല്ലൊരു ചോദ്യമാണ്. കാരണം US ആളുകൾ തന്നെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷം ഈവൻ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ കൂടി ഒരുപാട് പുറകോട്ട്, ഇപ്പോൾ ഇൻഫ്ലേഷന്റെ കാര്യമാണെങ്കിലും വിലക്കയറ്റവും എല്ലാം അവരെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ നമ്മൾ കണ്ടു അമേരിക്കയ്ക്ക് വലിയൊരു വോയിസ് ഇല്ല എന്നുള്ളത് വ്യക്തമായി. സോ അമേരിക്കയെ ഇപ്പൊ ഭയപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ എക്സാമ്പിളോടെ ഞാൻ പറയാം. 1995 ഇതേപോലെ തന്നെ തൈവാനിലെ അന്നത്തെ പ്രസിഡന്റിനെ അങ്ങോട്ട് ബിൽ ക്ലിന്റൺ ക്ഷണിച്ചു. കാരണം അവിടെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്. അതുകൊണ്ട് അവിടെ ഒന്ന് ഒരു പ്രസംഗം തരാമോ എന്ന് ചോദിച്ചത് മാത്രമേ ബിൽ ക്ലിന്റൺ ചെയ്തുള്ളൂ. അങ്ങോട്ട് പ്രസംഗത്തിന് വേണ്ടി അയച്ചപ്പോഴത്തേക്കും ഇത് ചൈനയെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചൈന തൈവാന്റെ എയർ സോണിലോട്ട് പല ജെറ്റുകൾ പറപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് ഇവിടുന്ന് അമേരിക്കയെ വിളിച്ചു വരുത്തിയപ്പോൾ അമേരിക്ക വലിയൊരു സന്നാഹത്തെ ഇങ്ങോട്ട് അയച്ചു. ഈ സന്നാഹത്തെ അയച്ച് പേടിപ്പിച്ചപ്പോൾ ചൈന തൊട്ട് പിറ്റേ ദിവസം തന്നെ പിന്മാറി ഓടി. ഇതാണ് 95 നടന്നത്. 26 വർഷം കഴിഞ്ഞു. ചൈന ഒരുപാട് വളർന്നു. പല മേഖലകളിലും അമേരിക്കയെ പിന്തള്ളി. 2021 ഒക്ടോബറിൽ ജോ ബൈഡൻ ഇതേ കാര്യം ചെയ്തു. ഇതേപോലെ തൈവാൻ വിളിച്ചപ്പോഴത്തേക്കും അങ്ങോട്ട് വലിയൊരു സന്നാഹത്തെ അയച്ചു. സന്നാഹത്തെ അയച്ചതിന്റെ പിറ്റേന്ന് 3-4 ജെറ്റുകൾ പറന്നിരുന്ന എയർ സോണിൽ പിറ്റേ ദിവസം പറന്നത് 55ഓളം ജെറ്റുകളാണ്. ആ 4 ദിവസം 145, ഇന്നും റെക്കോർഡാണ് അവരുടെ തൈവാന്റെ ചരിത്രത്തിൽ. അത്രയധികം ചൈനീസ് ജെറ്റുകളാണ് എയർ സോണിലൂടെ പറപ്പിച്ചത്. അപ്പൊ അത് തന്നെ കാണിക്കുന്നത് നിങ്ങൾ ഇനി വന്ന് പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, ഞങ്ങൾ പേടിക്കില്ല എന്നുള്ളതാണ്. 95-ൽ 2021 എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ തന്നെ അത് വ്യക്തമാണ്. മാത്രമല്ല ചൈന ഒരുപാട് എക്കണോമിക്കലി വളർന്നു, മിലിറ്ററി ആണെങ്കിലും സ്ട്രെങ്ത് ആണെങ്കിലും ഒരുപാട് വർദ്ധിച്ചു. സോ അതുകൊണ്ട് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് അമേരിക്ക അല്പം വീക്കായി നിൽക്കുന്ന ഒരു സമയത്ത് ചൈന ഭയപ്പെടുമെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം ശ്രീ നിർമ്മൽ, അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഒരു യുദ്ധത്തിനുള്ള ഒരു സാധ്യതയില്ല എങ്കിലും ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ നാം പരിശോധിക്കുകയാണെങ്കിൽ ചൈന ഒരു മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ച് തായ്വാനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, അമേരിക്ക ഇടപെടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അത് എത്രത്തോളം ഗുരുതരമായ പ്രതിസന്ധിയായിരിക്കും ലോകത്തിന് മേൽ അത് സൃഷ്ടിക്കുക? ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു പ്രതിസന്ധിയായിരിക്കും. നമുക്കറിയാം 2-2.5 വർഷത്തോളം കോവിഡ് നമ്മളെ ബാധിച്ചു. പല രാജ്യങ്ങളും പിന്നോട്ട് പോയി, പല ആളുകൾക്കും ജോലി നഷ്ടപ്പെട്ടു. ഇപ്പം ഗ്ലോബലി ഒരു ഇൻഫ്ലേഷണറി ട്രെൻഡാണ്. നേരത്തെ US കാര്യം പറഞ്ഞെങ്കിലും UK-യിലും ബ്രസീലിലും ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ശ്രീലങ്കയും പാകിസ്ഥാനൊക്കെ എടുത്ത് നോക്കിയാൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലേഷൻ ബാധിച്ചിരിക്കുന്ന സമയമാണ്. ഒരുപാട് രാജ്യങ്ങൾ എക്കണോമിക്കലി പിന്നോട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനൊരു സമയത്ത് ഇത്തരത്തിലുള്ള വാർ വന്നാൽ പെർട്ടിക്കുലർലി ഇത് അഫക്ട് ചെയ്യാൻ പോകുന്നത് ഏഷ്യ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഇൻസ്റ്റെബിലിറ്റി നമ്മുടെ നെയ്ബറിംഗ് നേഷൻസിലുണ്ടാവും, വലിയ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. 1. 2, ഇനി അഥവാ ചൈന അങ്ങനെ ഒരു വാറിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഡൈലേമയാണ്. ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഡിലേമ വരും. കാരണം ഒരു വശത്ത് LAC-ല് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ, അതായത് ബോർഡറിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നിരവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചൈനയും തൈവാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനിടയിൽ ഒരു അഭിപ്രായം പറയാനോ ഒരു സൈഡ് പിടിക്കാനോ ഇന്ത്യ പോയിട്ടുണ്ടെങ്കിൽ ബോർഡറിൽ അതിനനുസരിച്ചുള്ള കോൺസിക്വൻസസ് ഉണ്ടാവുന്ന ഇന്ത്യക്ക് അറിയാം. അതേപോലെ തന്നെ തൈവാനെ സൈഡ് പിടിക്കാതിരുന്നാലും തൈവാനെ എതിർത്താലും നമ്മുടെ സെമി കണ്ടക്ടർ ടെക്നോളജിയും അതുപോലെ റിസർച്ചിലും ടൂറിസത്തിലും ഒക്കെ ഒരുപാട് കണക്ഷൻസ് മുന്നോട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇന്ത്യയെ ബാധിക്കും. സോ 1 2 എക്കണോമിക്കലി ലോകത്തെ മൊത്തം അത് തീർച്ചയായിട്ടും ബാധിക്കും. കാരണം ലോകത്തിലെ 2 സൂപ്പർ പവേഴ്സ് ആണ് അവർ തമ്മിൽ വാറിൽ പോയത്. പക്ഷെ അങ്ങനെ ഒരു സിനാരിയോ കാണുന്നില്ല. ആസ് എ വേഴ്സ്റ്റ് കേസ് സിനാരിയോ നടന്നു കഴിഞ്ഞാൽ വലിയൊരു ഇൻസ്റ്റെബിലിറ്റിക്കും, വലിയ എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റിയും പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിക്കും ഇടവരുത്താം. അതോടൊപ്പം ശ്രീ നിർമ്മൽ, നമുക്കറിയാം റഷ്യ യുക്രൈൻ സംഘർഷം വളരെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച ആ ഒരു സംഘർഷം 150 ദിവസത്തോളം പിന്നിട്ടിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു റഷ്യയുടെ ഒരു സ്റ്റാൻഡ് എന്തായിരിക്കും? ഈ ചൈന, തൈവാൻ, അമേരിക്ക ആ ഒരു സംഘർഷം രൂപപ്പെട്ടു കഴിഞ്ഞാൽ റഷ്യയുടെ ഒരു സ്റ്റാൻഡ് എന്തായിരിക്കും? റഷ്യ അത് വ്യക്തമാക്കി കഴിഞ്ഞു. ചൈനയുടെ ഒപ്പം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം ഈവൻ റഷ്യയുടെ ഇഷ്യൂ വന്ന സമയത്താണെങ്കിലും സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ പേയ്മെന്റ് സിസ്റ്റത്തെ അഫക്ട് ചെയ്തപ്പോൾ ചൈനയാണ് പറഞ്ഞത് ഞങ്ങൾ സിപ്സ് എന്ന് പറഞ്ഞ പേയ്മെന്റ് സിസ്റ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നൊക്കെ റഷ്യക്ക് പലതരത്തിലുള്ള സഹായം ഇൻ ദ സെൻസ് ഡയറക്റ്റ് അല്ല ഇൻഡയറക്ട്ലി ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. സോ തീർച്ചയായിട്ടും റഷ്യ US-നൊപ്പം നിൽക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ചൈനയുടെ ഒപ്പം ആയിരിക്കും നിൽക്കുന്നത്. അതോടൊപ്പം നമ്മള് ഈ അമേരിക്കയുടെ ഈ ഒരു വിദേശ നയത്തിലെ ഒരു പാളിച്ചകൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ തൊട്ടു മുമ്പത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രവചനം പോലെ ഉണ്ടായിരുന്നു. ഒരു ഫോബ്സ് മാഗസിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകം കാണാനിരിക്കുന്ന അടുത്തൊരു കയ്യേറ്റം തായ്വാനിലായിരിക്കുമോ, അല്ലെങ്കിൽ US-ന്റെ മണ്ടത്തരം ചൈന സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം
ഈ നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചതിന് ശേഷം ട്രംപ് വളരെ രൂക്ഷമായ ഒരു വിമർശനമാണ് നാൻസി പെലോസിക്ക് മേൽ ഉയർത്തിവിട്ടത്. ഈ ട്രംപാണ് പ്രസിഡന്റ് എങ്കിൽ എങ്ങനെയായിരിക്കാം അദ്ദേഹം ഈ ഒരു സിനാരിയോ കൈകാര്യം ചെയ്തിട്ടുണ്ടാകുക? അതിനുള്ള ഉത്തരം ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞതാണ്. അത് ഞാൻ വ്യക്തമാക്കാം. അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം പറഞ്ഞത് രസകരമായിട്ടുള്ളൊരു സ്പീച്ചിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആദ്യം പറഞ്ഞു, ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരിക്കുമ്പം റഷ്യ ജോർജിയ ഇൻവൈഡ് ചെയ്തു, ഒബാമ പ്രസിഡന്റ് ആയിരിക്കുമ്പം റഷ്യ ക്രൈമിയ ഇൻവൈഡ് ചെയ്തു, ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കെ റഷ്യ യുക്രൈനെ ഇൻവൈഡ് ചെയ്തു, എന്നാൽ ഞാൻ പ്രസിഡന്റ് ആയിരിക്കെ ആരെയും ഇൻവൈഡ് ചെയ്തില്ല, തെളിവുണ്ടെങ്കിൽ കാണിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിരുന്നു. വളരെ രസകരമായ ഒരു പ്രസംഗമായിരുന്നു. സോ അതിൽ പറയുന്നത് ഒരു ഫാക്ട് ആണ്. അത് തമാശ രൂപേണ പറയുന്നുണ്ടെങ്കിൽ അതൊരു ഫാക്ട് ആണ്. കാരണം ആ സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള പീസ് ട്രീറ്റുകൾ സൈൻ ചെയ്യാനും സാധിച്ചു. വാറുകളൊന്നും തന്നെ മേജർ ആയിട്ടുള്ള ഒരു വാറും ഉണ്ടായില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ട്രംപ് ആയിരുന്ന പ്രസിഡന്റ് എങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം വരുമെന്ന് പറയാൻ വരില്ല എന്ന് തന്നെ വേണമെങ്കിൽ വിചാരിക്കാം. അതോടൊപ്പം ഈ വലിയ പ്രതീക്ഷകളോടെയാണ് ഈ ബൈഡൻ അധികാരത്തിലേറിയത്. ബൈഡന്റെ പല നയങ്ങളും പാളുന്ന ഒരു കാഴ്ചയല്ലേ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പ്രത്യേകിച്ച് ഈ വിദേശ നയത്തിന്റെ ഒക്കെ ഒരു കാര്യത്തിൽ? തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാനിൽ നമ്മളത് കണ്ടു, റഷ്യ യുക്രൈൻ ക്രൈസിസിൽ കണ്ടു, ഇപ്പതാ ചൈന തൈവാൻ ഇഷ്യൂലും അത് കാണുന്നു. മുന്നോട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ വിദേശ നയത്തിൽ മാത്രമല്ല, മറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള പോളിസീസിലും വലിയ വലിയ പാളിച്ചകൾ ബൈഡന് സംഭവിച്ചു. അതിന്റെ ഒരു തെളിവായിട്ട് തന്നെ കാണേണ്ടത് കഴിഞ്ഞ ഈ അടുത്ത് നടന്ന 3-4 മാസത്തിന് മുന്നേ, ഇൻഫാക്ട് റഷ്യ യുക്രൈൻ ക്രൈസിസിന് മുന്നേ നടന്ന പോളിൽ തന്നെ അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിൽ നിരാശപ്പെടുന്നു എന്ന് പറഞ്ഞ് 50% ജനങ്ങൾ പറഞ്ഞതായിട്ട് കണക്കുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പോളിസീസ് തീർച്ചയായിട്ടും പാളിപ്പോയെന്നുള്ളത് വ്യക്തമാണ്. അത് പല റിസർച്ചിലും പ്രൂവൺ ആണ്, പ്രത്യേകിച്ച് ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ. അതോടൊപ്പം ഈ അമേരിക്ക വലിയൊരു ലോകശക്തിയായി അല്ലെങ്കിൽ ലോക പോലീസായി നിലനിൽക്കുമ്പോൾ അത് പല ശക്തികൾക്കും പല രാജ്യങ്ങളുടെ മേൽ കടന്നു കയറാനുള്ള ഒരു തടയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇത്തരത്തിൽ അമേരിക്കയുടെ ഒരു വോയിസ് ഈ ലോക പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ അതിന്റെ ഒരു ശക്തി കുറഞ്ഞു വരുന്നത്, അത് എത്രത്തോളം ഗുരുതരമായ ഒരു പ്രതിസന്ധിയായിരിക്കും, എത്രത്തോളം ആശങ്കകളായിരിക്കും സൃഷ്ടിക്കുക? പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക തീവ്രവാദികളുടെയൊക്കെ ഒരു കടന്നുകയറ്റം നമ്മൾ ജനറൽ ആയിട്ടൊന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ അതൊക്കെ വർദ്ധിക്കാൻ ഇത്തരത്തിൽ കാരണമാകില്ല അമേരിക്കയുടെ ശക്തി കുറഞ്ഞു വരുമ്പോൾ? അമേരിക്കയുടെ ശക്തി കുറഞ്ഞു വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ശക്തി കുറയുന്നുള്ളതല്ല, അമേരിക്ക സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയാൽ ചൈന വളരും എന്നുള്ളതാണ് വേറൊരു ഫാക്ടർ. അപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളമാണ് വളരാൻ ഏറ്റവും സാധ്യതയുള്ളത്. ഇൻഫാക്ട് ഗോൾഡ്മൻ സാക്സ് പ്രൊഡിക്ട് ചെയ്തിട്ടുണ്ട് 2045 ആകുമ്പോൾ, റിസർച്ചിലൂടെ അവർ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് 2045 ആകുമ്പോൾ അമേരിക്കയെ പിന്തള്ളി ഒരുപക്ഷെ ചൈന ഗ്ലോബൽ സൂപ്പർ പവർ ആകുമെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കില്ല, പോളിസീസ് ചൈനയായിരിക്കും തീരുമാനിക്കുന്നത്, ചൈനയുടെ ഇഷ്ടത്തിനായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വിചാരിക്കാം. പക്ഷെ അത് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അമേരിക്കക്ക് ഇനിയും വളരാൻ അവസരമുണ്ട്. ഇലക്ഷൻസ് 2024 വരുന്നുണ്ട്. ഈ പറയുന്ന പോളുകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചു കയറേണ്ട അവസരവും ലഭിച്ചേക്കാം. ഡിസാന്റിസോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപോ തിരിച്ചു കയറേണ്ട അവസരം കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റിവേഴ്സൽ ഓഫ് ട്രെൻഡ് ഉണ്ടാകാം. ബൈഡന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഇപ്പം നാഷണൽ മീഡിയ. മുമ്പ് അത് ചെയ്തിരുന്നില്ല, പക്ഷെ ഇപ്പം ഇന്റർനാഷണൽ മീഡിയ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരിച്ചു വരവിനുള്ള സാധ്യത അമേരിക്കയ്ക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം. പക്ഷെ ബൈഡന്റെ കീഴിലുണ്ടോ എന്നുള്ളത് സംശയമുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ. അതോടൊപ്പം ഏറ്റവും അവസാനമായി നാം ചർച്ച ചെയ്യേണ്ടത്, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു എങ്കിൽ പോലും നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ നിലവിലെ ഈ അന്താരാഷ്ട്ര സംഭവ വികാസങ്ങൾ ഇന്ത്യയെ എത്തരത്തിലായിരിക്കും അഫക്ട് ചെയ്യുക? പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഒക്കെ ഒരു പ്രതികരണം വന്നു കഴിഞ്ഞു. ഈ തായ്വാനിലെ നാൻസി പെലോസിയുടെ സംഘർഷവും ഒക്കെയായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ചൈനയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു പാകിസ്ഥാൻ ചൈന ബെൽറ്റ് രൂപപ്പെടുന്നു. നിലവിലെ ഈ ഒരു അന്താരാഷ്ട്ര സംഭവ വികാസങ്ങൾ ഇന്ത്യയെ എത്രത്തോളം ആയിരിക്കും ബാധിക്കുക? ഇന്ത്യയെ ഇത് ബാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് ഇന്ത്യയെ ബാധിക്കുന്ന 2 രീതിയിലാണ്. ചൈനയും തൈവാനോടും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൽ ഒരു സൈഡ് പിടിക്കാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. കാരണം ഒരു വശത്ത് ചൈനയുമായിട്ടുള്ള ബോർഡറിൽ നമ്മുടെ അതിർത്തി നടന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫർദർ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ സഹായിക്കും. നമ്മൾ ചൈനയ്ക്ക് എതിരായിട്ട് പറയുകയോ തൈവാൻ സപ്പോർട്ട് ചെയ്ത് പറയുകയൊക്കെ ചെയ്താൽ അത്തരത്തിലുള്ള കോൺസിക്വൻസസ് ഉണ്ടാകാം. 2, എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, ക്വാഡ് മെമ്പർ ആണ് ഇന്ത്യ. ജപ്പാനും ഓസ്ട്രേലിയയും US-നും ഒപ്പം ഇന്ത്യ ഒരു ക്വാഡ് മെമ്പർ അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ത്യ കയറി ഇടപെടണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ക്വാഡിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ചൈനയുടെ വല്ലാതെയുള്ള വളർച്ചയെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. വാറിൽ കയറി ഇടപെടണം എന്നുള്ളതല്ല ക്വാഡിന്റെ പ്രൈമറി ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ രീതിയിൽ ഇടപെടും എന്ന് തോന്നുന്നില്ല. 3, തൈവാനുമായിട്ടുള്ള കണക്ഷൻസ് പണ്ട് ഇന്ത്യ വളരെ, ഇപ്പം തൈവാനെ ശരിക്കും പറഞ്ഞാൽ തഴഞ്ഞു എന്ന് വേണം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു തൈവാനെയാണ്
ചൈനയായിട്ട് ഒഫീഷ്യലി കൺസിഡർ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇന്ത്യയാണ് അന്ന് ഇന്നത്തെ ചൈന, അതായത് വലിയ ചൈന, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അന്ന് റെക്കഗ്നൈസ് ചെയ്ത രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയായിരുന്നു. 1995 ആദ്യമായിട്ട് തൈവാനുമായിട്ടുള്ള ഒരു ടൈപ്പിന് പോലും ഇന്ത്യ തയ്യാറാകുന്നു. 95 ഇന്ത്യയിൽ തൈവാന്റെ ഒരു ഓഫീസ് തുടങ്ങുകയും തൈവാനിൽ ഇന്ത്യയുടെ ഒരു ഓഫീസ് തുടങ്ങുകയും ചെയ്തു. ഈ അടുത്ത് സെമി കണ്ടക്ടർ ടെക്നോളജിക്ക് വേണ്ടി ഒരുപാട് ഡിസ്കഷൻസ് നടന്നു. $750 കോടി വരുന്ന ഒരു സെമി കണ്ടക്ടർ പ്ലാന്റ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഡിസ്കഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ തൈവാനെ പിണക്കാൻ ഇന്ത്യ നോക്കില്ല. ഓക്കെ, അവസാനമായി ഒരു ചോദ്യം. ഈ നിലവിലെ ഒരു അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഈ അമേരിക്കയാണോ അല്ലെങ്കിൽ റഷ്യയാണോ ഇന്ത്യക്ക് കൂടുതൽ വിശ്വസിക്കാൻ സാധിക്കുക? പ്രത്യേകിച്ച് ഈ റഷ്യ യുക്രൈൻ സംഘർഷമൊക്കെ വന്നതിന് ശേഷം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയൊക്കെ ഇന്ത്യ വർദ്ധിപ്പിച്ചു. ആ ഒരു സാഹചര്യത്തിൽ ആരായിരിക്കാം ഇന്ത്യയുടെ ഒരു കൂടുതൽ വിശ്വസനീയമായ ഒരു സഖ്യകക്ഷി നമുക്ക് പറയാൻ സാധിക്കുക? അമേരിക്കയാണോ റഷ്യയാണോ? നിലവിലെ സാഹചര്യത്തിൽ മാത്രമല്ല, ചരിത്രം എടുത്തു നോക്കിയാലും നമ്മളെ പലതവണ സംരക്ഷിച്ചിട്ടുള്ളത്, നമുക്ക് പലതവണ സഹായം എത്തിച്ചിട്ടുള്ളത്, മിലിറ്ററി എയ്ഡ് ഇപ്പോഴും എത്തിക്കുന്നത് റഷ്യ തന്നെയാണ്. നമുക്കതിന് തെളിവ് 1972 വാറിൽ, ബംഗ്ലാദേശ് വാറിന്റെ സമയത്തുണ്ട്. കാർഗിലിന്റെ കേസിലാണെന്നുള്ളിൽ പോലും റഷ്യ ഓപ്പൺലി ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ ഈ തവണ, അതായത് ഈ സമയത്ത് ഇന്ത്യ ന്യൂട്രലായിട്ട് നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുകയും ചെയ്തു. നമ്മളുമായിട്ട് മറ്റു പ്രശ്നങ്ങൾക്ക് റഷ്യ വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയുമായിട്ടൊരു വിഷയം വന്ന റഷ്യ സഹായിക്കണമെന്നില്ല. പക്ഷെ അമേരിക്കൻ വിഷയത്തിൽ അമേരിക്കയാണോ റഷ്യയാണോ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാലുള്ള ഒറ്റ ഉത്തരവുള്ള റഷ്യ തന്നെയായിരിക്കും ട്രസ്റ്റ് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റുന്നത്, ചരിത്രം എടുത്ത് നോക്കിയാൽ. വളരെ വ്യക്തമാണ്. ഈ അമേരിക്ക ചൈന ഒരു സംഘർഷം, ഒരു യുദ്ധത്തിന്റെ, അതുമൂലം യുദ്ധത്തിന്റെ ഒരു കാർമേഘങ്ങൾ ലോക ജനതയ്ക്ക് മേൽ ഉരുണ്ടുകൂടുമ്പോൾ അതൊരു മഹായുദ്ധത്തിലേക്ക് അത് നയിക്കപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രോഗ്രാമിൽ വളരെ സജീവമായി പങ്കെടുത്ത, വളരെ വ്യക്തമായ ആശയങ്ങൾ പങ്കുവച്ച ശ്രീ നിർമ്മൽ എബ്രഹാം, അങ്ങേക്ക് പ്രത്യേകം നന്ദി. താങ്ക് യു.